ഹിന്ദു ഏകതാ സമ്മേളനം സ്വാതന്ത്ര്യ സംഘം ഓഫീസ് തുറന്നു. സ്വാഗത സംഘം ചെയർമാൻ ബിനോജ് ഉദ്ഘാടനം നിർവഹിച്ചു. മാർച്ച് 15 കോട്ടപ്പാറയിൽ വെച്ച് നടക്കുന്ന മടിക്കൈ പഞ്ചായത്ത് ഹിന്ദു ഏകതാ സമ്മേളനത്തിന്റെ വിജയത്തിനായി സ്വാഗത സംഘം ഓഫീസും ഉദ്ഘാടനവും ആദ്യ സംഭാവന സ്വീകരിക്കൽ ചടങ്ങും കോട്ടപ്പാറയിൽ നടന്നു. സ്വാഗത സംഘം ചെയർമാൻ ബിനോരാജ് ഉദ്ഘാടനം ചെയ്തു. ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ പല മേഖലകളിലൂടെ പ്രവർത്തിക്കേണ്ടിയിരിക്കും. അതായത് നമ്മുടെ ഇവിടെ പ്രവർത്തനം ഊർജിതപ്പെടുത്തണം. വാഴക്കോട്, കോട്ടപ്പാറ മേഖലകളിൽ വെല്ലുവിളികളെ ചോദ്യം ചെയ്യാൻ പെടാൻ വേണ്ടിയിട്ട് ഒരു നേതൃത്വം ഈ സമ്മേളനത്തോട് ഉയർന്നു വരണം. നമുക്കറിയാം, മടിക്കൈ എന്ന് പറയുന്ന സമയത്ത് ഒരു ശാഖയുടെ വാർഷികോത്സവം കേരളം മുഴുവൻ ചർച്ചയായ ഒരു പഞ്ചായത്താണ് നമ്മുടെ ഒരു ഗ്രാമത്തിലെ ഒരു ശാഖ എന്ന് പറയുന്നത്. അപ്പോൾ മടിക്കൈ പഞ്ചായത്ത് വരുന്ന സമയത്ത് ഉത്തര കേരളത്തിൽ ഏറ്റവും നല്ല പരിപാടിയായി മാറ്റാൻ നമുക്ക് സാധിക്കും. കാരണം 3, 4, 5 പോക്കറ്റുകൾ, നമ്മൾ മാത്രമുള്ള പോക്കറ്റുകൾ ഇവിടെയുണ്ട്. ഈ പ്രദേശത്തുള്ള മുഴുവൻ നമ്മുടെ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ആദ്യം സ്വാഗത സംഘം രൂപീകരിക്കുന്നതിന് മുമ്പേ നമ്മൾ രൂപീകരിച്ചത് സഞ്ചാരക സമിതിയായിരുന്നു. നമ്മുടെ ഗ്രാമത്തിലെ, നമ്മുടെ പഞ്ചായത്തിലെ വിവിധ ക്ഷേത്ര സംഘടനകളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള സഞ്ചാര സമിതി. അതാത് സംഘടനകൾക്ക് അവരുടേതായ യൂണിറ്റുകളിലേക്ക് കൃത്യമായി ഹിന്ദു ഏകതാ സമ്മേളനം വിജയിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യം കൃത്യമായി അതാത് സംഘടനാ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ജനറൽ കൺവീനർ ടി ചന്ദ്രൻ കക്കട്ടിൽ അധ്യക്ഷത വഹിച്ചു. ആദ്യ സംഭാവന MV ആലാമി, ശങ്കർ കോട്ടപ്പാറ, ഉണ്ണി ശിവജി നഗർ, KP സുകുമാരൻ എന്നിവർ സ്വാഗത സംഘം ചെയർമാന് കൈമാറി. ക്ഷേത്ര സംരക്ഷണ സമിതി ജില്ലാ പ്രസിഡന്റ് T രമേശൻ, രാഷ്ട്രീയ സ്വയം സേവക സംഘം ജില്ലാ സേവാ പ്രമുഖ് V ഗോവിന്ദൻ മടിക്കൈ, രക്ഷാധികാരി P രാമകൃഷ്ണൻ ശിവജി നഗർ എന്നിവർ സംസാരിച്ചു. ജോയിന്റ് കൺവീനർ KV വിനോദ് നന്ദി അർപ്പിച്ച് സംസാരിച്ചു. ബ്രോഷർ പ്രകാശനം വാഴക്കോട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം പ്രസിഡന്റ് PS ശശിധരന് സ്വാഗത സംഘം ചെയർമാൻ കൈമാറിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.